പണ്ട് പറയില്ലേ ഇലട്ടുണ്ട് നിങ്ങൾ ചോറില്ല എനിക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ ഒരു മാനുഷികമായതിൽ ഞാൻ അപ്പൊ തന്നെ പ്രതികരിക്കുകയും ചെയ്തു, അതൊരു മനുഷ്യനാണെന്ന്. പിന്നീട് പല പത്രങ്ങളിൽ വരികയും ചെയ്തു. അപ്പൊ ഇത് പത്രങ്ങളിൽ വന്നപ്പോൾ പലരും എന്നെ വിളിച്ചു. അത് ഞാൻ അടുത്തുള്ള നമ്മുടെ പാർട്ടിയിൽ നിന്നുള്ള ആളും CPM എന്നുള്ള ആളും LDF എന്നുള്ള ആളും എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞൊരു വഞ്ചനയുടെ പേര് അല്ല, അതിന് വേറെ വാക്കില്ലല്ലോ. ആ പറയുന്നതിന് ആ വാക്കല്ല വേറെ എന്തോ ഉപയോഗിക്കാതിരിക്കാറില്ല, വേറെ എന്തെങ്കിലും സോഫ്റ്റ് വാക്ക് ഉണ്ടോന്നുണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആരാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ആളുടെ പേരിപ്പോ പറയുന്നില്ല, ഒക്കെ സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ട് അതിന് സമയമുണ്ട്, ആ സമയത്ത് കൃത്യമായി ഞാൻ അത് അറിയിക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാനിവിടെ വന്നിരുന്നു. തിരൂര്, താനൂര് പ്രദേശങ്ങളിൽ ഞാനൊന്ന് നമ്മുടെ ബന്ധങ്ങളിൽ വെച്ച് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി സംസാരിച്ചപ്പോ അന്ന് അവരുടെ അഭിപ്രായ പ്രകാരം നിർബന്ധമായും 2 സ്ഥലത്തും നോമിനേഷൻ കൊടുക്കണമെന്നാണ് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞത്. 2 കാരണങ്ങളെ കൊണ്ടുണ്ട്. ഒന്ന്, ഇതിനിടയ്ക്ക് കോട്ടക്കലിൽ ഞാൻ തന്നെ വേണമെന്ന് കൊണ്ട് പാർട്ടിയുടെ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും ആവശ്യപ്പെട്ടു, പ്രീതിനെ അവിടെ നിർത്തരുത്, ഇത്രമതി വോട്ട് ഇതിലുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് എന്നെ നിർത്തുമ്പോൾ കമ്മിറ്റികൾ ബാക്കിയൊക്കെ അവരെന്നെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എവിടെ ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ട് വരുന്നു. പക്ഷെ പിന്നീട് പ്രീതികളൊന്നും പറഞ്ഞപ്പോഴും അവരിൽ നിന്നും പല ബന്ധമുള്ള ആളുകൾ പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണം, ഒരു സംശയം വേണ്ട, ഒഫീഷ്യൽ കാൻഡിഡേറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ വോട്ട് കിട്ടുമെന്ന് അവരെന്തായാലും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കോട്ടയ്ക്കൽ കൊടുക്കാറ്. പക്ഷെ ഞാൻ തിരൂരും കൊടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് 2? ഞാൻ ഒരു അവസരം കൂടി തെറ്റ് പറ്റിയവർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അവർക്ക് ഒന്നില്ലെങ്കിൽ തിരൂരിലെ വി അബ്ദുറഹ്മാനെ പിൻവലിപ്പിക്കാം, അതിൽ കോട്ടക്കലിലെ പ്രീതിനെ പിൻവലിപ്പിക്കാം. ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരൊരാളെ ഇവിടെ പിൻവലിച്ചാൽ മറ്റൊരു സ്ഥലത്ത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.